ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് റിയൽമി 10 Pro. അപ്പോൾ ഒരു 20,000 രൂപ താഴെ പ്രൈസ് റേഞ്ചിനകത്ത് ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്ന സ്മാർട്ട് ഫോണിൽ ഒന്നാണ് റിയൽമി 10 Pro എന്ന് പറയുന്നത്. ഞാൻ പേഴ്സണലി കുറേ പേർക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റിയൽമി 10 Pro ഈ സ്മാർട്ട് ഫോണിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ റിവ്യൂ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞാണ് അൺബോക്സിനായിട്ട് നമുക്ക് ഫോൺ കിട്ടും. അപ്പോൾ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഫോണിനെ കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം കൃത്യമായിട്ടുള്ള ഒരുവിധം എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോക്കകത്ത് പറയാം. കൂടുതൽ പറഞ്ഞു നീട്ടുന്നില്ല, ഡയറക്റ്റായിട്ട് നമുക്ക് അൺബോക്സിലേക്ക് കിടക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ ഇതാണ് റിയൽമി 10 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. സാധാരണ റിയൽമിയുടെ നമ്മൾ ഫോണിനകത്ത് കാണുന്ന സെയിം ബോക്സ് വരുന്നത് 5G എന്നിവിടെ മുകളിൽ എഴുതിയിട്ടുണ്ട്. 10 Pro എന്നിവിടെ മോഡൽ നെയിം കൊടുത്തിട്ടുണ്ട്. താഴെ റിയൽമിയുടെ ലോഗോ, ഇതുപോലെ റിയൽമി 10 Pro Plus 5G എന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ 120 ഹെർട്സിൻ്റെ ഒരു ഡിസ്പ്ലേ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. 108 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ്. സ്നാപ്ഡ്രാഗൺ 695 എന്ന് പറയുന്ന പ്രോസസ്സറും 5G ചിപ്സെറ്റ് ആണെന്നും 5000 mAh ബാറ്ററി, 31 വാട്ട് ഫാസ്റ്റ് ചാർജ്. കുറച്ച് ഈ ഫോണിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ IMEI നമ്പർ കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ മാനുഫാക്ചറിംഗ് ഡേറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ബോക്സും എഴുതിയിട്ടുള്ളതെന്ന് പറയുന്നത്. പിന്നെ MRP വരുന്നത് 22,000 രൂപയാണ്. ഈ ഫോൺ റേറ്റ് എന്ന് പറയുന്നത് 6GB റാമിൻ്റെ റെഗുലർ പ്രൈസ് 18,000 രൂപ, മറ്റേത് 19,000 രൂപ. അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ മെയിൻ ബോക്സ് ഇത്തരത്തിൽ നമുക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ വേറൊരു മഞ്ഞ ബോക്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ ഒരു ബോക്സിനകത്ത് നമുക്കൊരു ബാക്ക് പൗച്ച് കിട്ടുന്നുണ്ട്. സാധാരണ റിയൽമിയുടെ ഫോൺ കിട്ടുന്ന പോലെയുള്ള ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു കുറച്ച് ഡാർക്ക് കളറായിട്ടുള്ള ഒരു സെമി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ക് പൗച്ച് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു സിം എജക്റ്റിംഗ് ടൂളും കിട്ടുന്നുണ്ട്. അതിൻ്റെ ബാക്ക് പൗച്ച് കിട്ടുന്നുണ്ടെന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് സ്മാർട്ട് ഫോൺ. അപ്പോൾ നമുക്ക് ഫോണിലേക്ക് വരാം. നമ്മൾ നിർത്തുള്ളത് ഇതിൻ്റെ ബ്ലാക്ക് കളറാണ് കേട്ടോ. ഈ ഒരു ഫോണിൻ്റെ ബോക്സിനകത്ത് നമുക്കൊരു ചാർജർ കിട്ടുന്നുണ്ട്. കാരണം ഓപ്പോയുടെ അല്ലെങ്കിൽ റിയൽമിയുടെ ഫോണിനകത്ത് കണ്ടുവരുന്ന സെയിം ഒരു 33 വാട്ടിൻ്റെ ചാർജറും Type-C ചാർജിങ് കേബിൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ചാർജറും ബാക്ക് പൗച്ചും ഒക്കെ ഉള്ളൊരു നല്ലൊരു സ്മാർട്ട് ഫോണാണ് കേട്ടോ. എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്, നല്ല കാര്യം. അപ്പോൾ ഇതാണ് സ്മാർട്ട് ഫോൺ. അപ്പോൾ ഫോൺ ഡിസൈൻ നോക്കുമ്പോൾ നമ്മൾ മുൻപത്തെ പല റിയൽമിയുടെ സ്മാർട്ട് ഫോണിനകത്തും അല്ലെങ്കിൽ വിവോയിലും ഓപ്പോയിലും ഒക്കെ കണ്ടിട്ടുള്ള സെയിം ഒരു ഡിസൈൻ തന്നെയാണ് കൊടുക്കുന്നത്. ഡിസൈൻ ബാക്ക് സൈഡ് നോക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ്സോ ഒരു പുതുമയൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ഈ ഒരു ഫോണിൻ്റെ 3 കളറുകൾ അവൈലബിൾ ആണ്. മറ്റ് പല കളറുകളും നിങ്ങൾ മറ്റ് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും. ബ്ലാക്കാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ബാക്ക് സൈഡ് മാറ്റ് ഫിനിഷാണ് വരുന്നത്. കൈനകത്തുള്ള അഴുക്കുകളോ ഒന്നും ഇതിനകത്ത് പറ്റി പിടിച്ചിട്ടില്ല. ഞാൻ മൊബൈൽ ഫോൺ ടെക്നീഷ്യനാണ്. അപ്പോൾ കൈനകത്ത് എപ്പോഴും അഴുക്കും ഗമ്മൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇതുവരെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറച്ചേരം ഉപയോഗിച്ച് നോക്കി. അപ്പം ബാക്ക് സൈഡ് നല്ലൊരു ക്ലീൻ ആണ്. അത് പ്ലാസ്റ്റിക് ബോർഡ് ആണെങ്കിൽ കൂടി നമുക്ക് ഗ്ലാസ് ബോർഡ് ആണെന്ന് തോന്നുന്ന രീതിയിൽ നല്ലൊരു ഭംഗി തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്യാമറ പൊസിഷൻ നോക്കുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ മുൻപത്തെ പല ഫോണിനകത്തും കണ്ടിട്ടുള്ള സെയിം ഒരു ക്യാമറ പൊസിഷൻ ഇവിടെ വരുന്നുണ്ട്. 2 ഉണ്ട ക്യാമറകൾ നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കുറച്ചധികം പുറത്തേക്ക് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന രീതിയിൽ നമുക്ക് തോന്നുന്നുണ്ടോ. ഒരു ഓപ്പോയുടെ F21 Pro ഒക്കെ ഉണ്ടല്ലോ, ആ ഫോണിനകത്ത് കണ്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ പുറത്തേക്ക് പൊന്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക് പൗച്ച് ഒന്നിടാണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ഗ്ലാസ് പൊട്ടാനോ സ്ക്രാച്ച് വരാനോ ഒക്കെ ചാൻസ് വളരെ കൂടുതലാണ്. നല്ല ഒരു കട്ടിയുള്ള ബാക്ക് പൗച്ച് ഒക്കെ ഇട്ട് യൂസ് ചെയ്യുക. പിന്നെ ഇവിടെ ഫ്ലാഷ് ലൈറ്റിൻ്റെ ഒരു ഭാഗം കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ റിയൽമി എന്നൊരു ലോഗോയും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡിസൈൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയാം. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ബാക്ക് സൈഡ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടെന്ന് പറയാം. പിന്നെ സൈഡ് നല്ല ബോക്സി ഡിസൈൻ വരുന്നുണ്ട്. ട്രെൻഡിങ് ആയിട്ടുള്ള ബോക്സി ഡിസൈൻ തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം കയ്യിൽ പിടിക്കുമ്പോൾ കുറച്ച് ഹെവി ആയി ഫോണായിട്ട് തോന്നുന്നുണ്ട്. വെയിറ്റ് നമുക്ക് അത്ര അങ്ങോട്ട് ഫീൽ ചെയ്യില്ല കേട്ടോ. പക്ഷേ നല്ല വലിയ ഫോണാണ് ഇതെന്ന് പറയുന്നത്. സൈഡ് നോക്കുമ്പോൾ ഇവിടെ നമുക്കൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സൈഡാണ് വരുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്. അതുപോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകൾ വരുന്നുണ്ട്. മുകളിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നുണ്ട്. താഴെ നോക്കുമ്പോൾ സ്പീക്കറിൻ്റെ ഗ്രില്ലുകൾ വരുന്നുണ്ട്. Type-C ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. മൈക്രോഫോണിൻ്റെ ഹോൾ വരുന്നുണ്ട്. അതുപോലെ 3.5mm ഓഡ് ജാക്ക് വരുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. അപ്പോൾ ഒരു വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി സ്റ്റീരിയോ സ്പീക്കറൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ നമുക്കിവിടെ സിം കാർഡ് ഹോൾഡർ വരുന്നുണ്ട്. 2 സിം കാർഡും ഇടാൻ പറ്റില്ല. അത് 2 സിം കാർഡ് ഇടുമ്പോൾ നമുക്ക് മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഹൈബ്രിഡ് സിം സ്ലോട്ട് വരുന്നത് ഒന്നിൽ 2 സിം കാർഡ്, അല്ലെങ്കിൽ ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡും. എന്തായാലും മെമ്മറി കാർഡ് ഇടാൻ പറ്റുന്നുള്ളത് ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ ഡിസൈൻ വൈസ് പറയാനുള്ളത്. ഡിസൈൻ അത്യാവശ്യം നല്ല ഡിസൈനാണ്. നല്ല ക്വാളിറ്റിയുള്ള ഡിസൈൻ തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഗുഡ് ലുക്കിംഗ് ആയുള്ള ഡിസൈൻ തന്നെ കിട്ടുന്നുണ്ടെന്ന് പറയാം. നമുക്ക് എന്തായാലും ഫോൺ ഓൺ ആക്കിയിട്ട് ഈ ഫോണിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഞാൻ ഓൾറെഡി ഫോൺ കുറച്ചേരം ഉപയോഗിച്ചൊക്കെ നോക്കി സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ബ്രൈറ്റ്നസ് കുറച്ച് പകുതിയിടാം. നല്ല ബ്രൈറ്റ്നസ് ആയിട്ടുള്ള ഡിസ്പ്ലേ വരുന്നത്. വളരെ കുറച്ചിടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് നല്ല രീതിയിൽ വെളിച്ചടിക്കും.
അപ്പോൾ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ഒറ്റ നോട്ടത്തിൽ ഞാനിത് കുറച്ചേരം ഉപയോഗിച്ചപ്പോൾ ഇത് ഒരു AMOLED ഡിസ്പ്ലേ ആണെന്ന് എനിക്ക് തോന്നിയത്. അത്രയും ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നുണ്ട്. ആ വൈറ്റും അല്ലെങ്കിൽ ബ്ലാക്കും ഒക്കെ ആയാലും തന്നെ നല്ല ഹൈ ക്വാളിറ്റി ബ്ലാക്കിൽ അല്ലെങ്കിൽ കളേഴ്സൊക്കെ നല്ല ഭംഗി തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞത് AMOLED ആണെന്ന് നമുക്ക് തോന്നും ഇത് ടച്ച് ചെയ്യുമ്പോൾ. പിന്നെ ഈ പറയുന്ന 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം നല്ല സ്മൂത്തായിട്ട് നല്ല രീതിയിൽ ഒഴുകുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് നല്ല ടച്ച് സെൻസിറ്റിവിറ്റി ഒക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ടോ. അപ്പോൾ എന്തായാലും ഡിസ്പ്ലേയുടെ ഭാഗത്ത് ഒന്നും പറയാനില്ല. സൈഡൊക്കെ വളരെ ബെസ്ലെസ്സാണ്, വളരെ നൈസാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഫോൺ എൻ്റെ ഷോപ്പിനടുത്തുള്ള കുറച്ച് ആൾക്കാരെ കാണിച്ചു കൊടുത്തപ്പോൾ ഏറ്റവും അധികം ആൾക്കാർ പറഞ്ഞത് ഈ ഡിസ്പ്ലേയുടെ കാര്യമാണ്. ഈ പറയുന്ന ഈ സൈഡിലത്തെ ഈ അരികുകളൊക്കെ വളരെ കുറവാണ്. ഈ സെൻറ്റർ പഞ്ച് ഹോൾ കുറച്ച് വലിപ്പമുണ്ട്, കുറച്ച് അധികം വലിപ്പം കൂടിയപ്പോൾ സെൻറ്റർ പഞ്ച് ഹോളാണ്. പക്ഷേ നല്ലതാണ്, കുറച്ച് വലിപ്പം കൂടിക്കോട്ടെ, അത്രയും ക്വാളിറ്റി നമുക്ക് ഫോട്ടോസിനകത്ത് കിട്ടും. പിന്നെ താഴെ കുറച്ച് ചെറിയ ബെസലുണ്ട്. പക്ഷേ സൈഡൊക്കെ നല്ല ഭംഗിയുണ്ട്. നമുക്ക് സിനിമ കാണുമ്പോഴോ അല്ലെങ്കിൽ ജസ്റ്റ് ഫോൺ ഇങ്ങനെ വെറുതെ യൂസ് ചെയ്യുമ്പോൾ തന്നെ ആയാലും ഈ പറയുന്ന രീതിയിൽ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് നമുക്കിത് എന്താ പറയുക കിടന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് LED അല്ല, ഇതൊരു LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 6.72 ഇഞ്ചിൻ്റെ കുറച്ച് വലിയ സ്ക്രീനാണ് വരുന്നത്. അതുപോലെ LED അല്ല, LCD ആണ് വരുന്നത്. ഒരു AMOLED പാനലും കൂടെ ആണെങ്കിൽ ഒന്നും കൂടി നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയേനെ. പക്ഷേ ഇത് നമുക്ക് ഇതൊക്കെ തന്നെ കിട്ടുള്ളൂ. പിന്നെ ഫുൾ HD+ ആണ്. ഈ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയും ഓക്കെ എന്ന് പറയാം, നല്ലൊരു ഡിസ്പ്ലേ തന്നെ കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഫോണത്ത് അനാവശ്യമായിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്, ഒരുപാട് വരുന്നുണ്ട്. 1 2 3 4 5 6 7 8 9 10 14 15ഓളം ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഉപയോഗിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ അമർത്തി പിടിച്ചിട്ട് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനായിട്ട് പറ്റും. അപ്പോൾ ഒരുവിധം എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെയാണ്. പക്ഷേ ആവശ്യമില്ലാത്ത കുറേ ആപ്പുകൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നുന്നത് ഈ പറയുന്ന ആപ്പ് നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ ഇതുപോലെ കീപാഡ് വരുന്നതെന്നുള്ളതാണ്, ആപ്പ് സെർച്ച് ചെയ്യാനായിട്ട് വരുന്നതാണ്. നമുക്ക് ഇങ്ങനെ തന്നെ ആക്കി കഴിഞ്ഞാൽ എല്ലാതും കിട്ടും. ഈ പറയുന്ന സാധനം ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ സെറ്റിങ്സിനകത്ത് പോയിട്ട് നമുക്ക് അത് ഓഫാക്കാനും പറ്റും. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ സെറ്റിങ്സിനകത്ത് കയറിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പരിശോധിക്കാം. സെറ്റിങ്സിനകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ അബൌട്ട് ഫോൺ, ഇവിടെ പുതിയ സോഫ്റ്റ്വെയർ ആയ കാരണം ആകെ മാറ്റം വന്നിരിക്കുകയാണ്. അവിടെ അബൌട്ട് ഡിവൈസിനകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ Realme UI 4.0 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള Realme UI ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്, അത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിവൈസ് നെയിം Realme 10 Pro 5G എന്ന് കൊടുക്കുന്നുണ്ട്. ആൻഡ്രോയിഡ് വേർഷൻ 13 നമ്മുടെ ചാനലിനകത്ത് ആൻഡ്രോയിഡ് വേർഷൻ 13 നമ്മൾ റിവ്യൂ ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമുക്ക് 8 GB റാം വരുന്നുണ്ട്. 4 GB റാം നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. Qualcomm Snapdragon 695 എന്ന് പറയുന്ന ഒരു അത്യാവശ്യം തിരക്കേറ്റിലെത്തൊരു പ്രോസസ്സറും കൊടുക്കുന്നുണ്ട്. പിന്നെ സ്ക്രീൻ സൈസ്, ഫ്രണ്ട് ക്യാമറ 16 MB, റിയർ ക്യാമറ 108 MB, 2 MB, അങ്ങനെ ഫോണിനെ കുറിച്ചുള്ള ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഈ പറയുന്ന അബൌട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യമുണ്ട്. സോഫ്റ്റ്വെയർ ഇൻഫർമേഷനും കാര്യങ്ങളും ഒക്കെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രോസസ്സറിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ തിരക്കേടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് ഒരു ആവറേജ് എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ കുഴപ്പമില്ല. ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ എടുത്തുള്ളത് 8 GB റാമാണ്, 6 GB റാം അവൈലബിൾ ആണ്. ഇതുവരെ ഈ ഫോൺ നെറ്റ് കണക്ട് ചെയ്തിട്ട് വൈഫൈ കണക്ട് ചെയ്തിട്ടൊന്നും യൂസ് ചെയ്തിട്ടില്ല. എന്നാൽ മാത്രം നമുക്ക് അഡ്വർടൈസ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതുവരെ ഞാൻ അങ്ങനെ നെറ്റൊന്നും കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള പരസ്യങ്ങളോ അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. ഇനി അടുത്തത് നോക്കാനുള്ളത് ക്യാമറ ആണ്. ഓക്കെ, അപ്പോൾ ക്യാമറ എടുക്കാം. ക്യാമറ എടുത്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ 108 MB ഫോണിൻ്റെ മെയിൻ റിയർ ക്യാമറ. ഞാൻ ജസ്റ്റ് ക്യാമറ ഫീച്ചേഴ്സ് മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ, ജസ്റ്റ് ഇതൊന്ന് മാത്രം കാണിച്ചു തരാം. ഒറ്റ നോട്ടത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഔട്ട്പുട്ട്. ഇപ്പോൾ 108 MB ആണെങ്കിൽ കൂടി അതിൻ്റെതായ ക്വാളിറ്റി ഒന്നും കാണുമ്പോൾ കിട്ടുന്നില്ല, വലിയൊരു ക്വാളിറ്റി ഒന്നും ഫീൽ ചെയ്യുന്നില്ല, വലിയ കാര്യമായിട്ട് ഫോക്കസിങ് ഒന്നും കിട്ടുന്നില്ല, കുഴപ്പമില്ല. എന്തായാലും ഒരു ആവറേജ് ക്യാമറയാണ്. പിന്നെ റിയൽമി ആയ കാരണം മോശമാക്കില്ല എന്ന് പ്രതീക്ഷിക്കാം. നൈറ്റ് മോഡ് വരുന്നുണ്ട്, സ്ട്രീറ്റ് മോഡ് വരുന്നുണ്ട്, വീഡിയോ നമുക്ക് 4K റെക്കോർഡിംഗ് ഒന്നും കിട്ടില്ല കേട്ടോ. ജസ്റ്റ് 60 FPS 1080 റെക്കോർഡ് ചെയ്യാൻ പറ്റും. സ്റ്റെബിലൈസേഷൻ മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓട്ടോ ഫോക്കസിൻ്റെ മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫോട്ടോ മോഡ് നമുക്ക് ഇതുപോലെ തന്നെ AIയും ഓട്ടോ ഫോക്കസ് മോഡും അതുപോലെ 3x വരെ സൂമിങ്ങിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ പോർട്രേറ്റ് ക്യാമറയാണ് വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ പറ്റും, ഫോട്ടോ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുഴപ്പമില്ല. പിന്നെ 108 MP ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു മോഡ് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അതിൽ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ വലിയ ഗുണമൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഉണ്ടാവും, നല്ല രീതിയിൽ സൂം ചെയ്യാനായിട്ട് പറ്റും. കുറേ സൈസ് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നോക്കുമ്പോൾ ഒരു ആവറേജ് ക്യാമറ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഗംഭീര ക്യാമറ ഒന്നുമില്ല. 16 MB സൈസൊക്കെ വരുന്നുണ്ട്. പിന്നെ മോഡ് സെറ്റിങ്സിനകത്ത് പ്രോ മോഡ്, പനോരമ മോഡ്, ഫിലിം മോഡ്, സ്ലോ മോഷൻ മോഡ്, ടൈം ലാപ്സ് മോഡ്, ഡ്യുവൽ വീഡിയോ മോഡ് വരുന്നുണ്ട്, ടച്ച് സ്കാനർ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഈ ഒരു ക്യാമറയ്ക്കകത്ത് വരുന്നുണ്ട്. ഇതൊരു ക്യാമറ ഇൻ്റർഫേസൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തോന്നുന്നുണ്ട് ക്യാമറയുടെ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ. ആ ബൊക്കയുടെ എഫക്റ്റ്, ആ ഡെപ്ത് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. അത് നല്ലൊരു കാര്യമാണ്. ഇനി ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16 MB ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് ഫ്രണ്ട് ക്യാമറ തിരക്കേടില്ല,
അത്യാവശ്യം നല്ല ഫ്രണ്ട് ക്യാമറ, നല്ല തിരക്കേട്ടില്ലെന്ന് പറയാം. നല്ല ലൈറ്റുള്ള കണ്ടീഷനകത്ത് നല്ല ക്വാളിറ്റി ഫ്രണ്ട് ക്യാമറ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു സെൽഫി എടുത്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ലൈവായിട്ട് എടുത്തൊരു ഫോട്ടോ ആണ്. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട്. തിരക്കേട്ടില്ലാത്തൊരു സെൽഫി ക്യാമറ കിട്ടുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ബാക്ക് ക്യാമറേനേക്കാളും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ സെൽഫി ക്യാമറയാണ് കേട്ടോ. സെൽഫി ഇതുപോലെ തന്നെ HDR മോഡ്, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഫോൺ ക്യാമറയ്ക്ക് വേണ്ടി ഞാൻ ആർക്കും പുഷ് ചെയ്യില്ല, സജസ്റ്റ് ചെയ്യില്ല. എന്നിരുന്നാൽ കൂടി അത്യാവശ്യം നല്ലൊരു ക്യാമറ ഫോണാണ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ റിയൽമിയുടെ ആയ കാരണം അതിൻ്റെതായ ഒരു ക്വാളിറ്റി, എന്തായാലും ഓപ്പോൻ്റെ പ്രോഡക്റ്റ് അല്ലേ, അതിൻ്റെതായ ഒരു ബ്യൂട്ടിഫിക്കേഷൻ വെളുപ്പിക്കലും കാര്യങ്ങളൊക്കെ ഇതിനകത്തും ഉണ്ട് എന്ന് മാത്രം പറയാം. പിന്നെ ബാറ്ററി 5000 mAh ബാറ്ററി വരുന്നുണ്ട്, ഡീസൻ്റ് ആണ്. 33 വാട്ട് ഫാസ്റ്റ് ചാർജ് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഫോൺ കുറച്ച് നേരം ഉപയോഗിച്ച് നോക്കി, ക്യാമറ ഫോട്ടോസും കാര്യങ്ങളും എടുത്ത് നോക്കി, ഫോൺ ഓഫാക്കി ഓണാക്കി നോക്കി. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10-20 മിനിറ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ രീതിയിൽ ഹീറ്റിംഗ് ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത്. നല്ല രീതിയിലല്ല, ഒരു ചെറിയ രീതിയിലും ഹീറ്റിംഗ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും അപ്ഡേറ്റ് കൂടെ ക്ലിയർ ആകും. ചിലപ്പോൾ പുതിയ ഫോൺ ആയ കാരണമായിരിക്കും, ഇത് ലോഡിങ് ആയിക്കൊണ്ടിരിക്കുന്നില്ലല്ലോ. നെറ്റും വൈഫൈ ഒക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഈ ഫോൺ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, കുഴപ്പങ്ങളൊക്കെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ പറയാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിനെ കുറിച്ച് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. ഡീസൻ്റാണ്. എന്തായാലും ഒരു 20,000 താഴെ പ്രൈസ് റേഞ്ചിനകത്ത് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഒരു 2-3 കൊല്ലമൊക്കെ ഓടിക്കാൻ പറ്റിയ ഒരു ഫോണാണെന്ന് പറയാം. നല്ല ക്യാമറ, അത്യാവശ്യം നല്ല ഡിസ്പ്ലേയും വരുന്നുണ്ട്, വലിയ ഫോണാണ്. ബാക്ക് പൗച്ചും ഇതൊക്കെ ഇതിൻ്റെ കൂടെ കിട്ടും ചെയ്യും, ചാർജറൊക്കെ കിട്ടും ചെയ്യും. Type-C ആണ്, ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല അത്യാവശ്യം രീതിയിൽ ഗെയിം കളിക്കാനും പെർഫോമൻസൊക്കെ പറ്റിയൊരു മോഡൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കുഴപ്പമില്ല, നല്ല ഫോണാണ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ താങ്ക്സ് എ ലോട്ട്.